بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اتقوا الله عباد الله. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും സൃഷ്ടാവായ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന മുഴുവൻ ഇബാദത്തുകളും അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. വിശ്വാസിനികളെ, നമ്മുടെ ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും വിലമതിക്കുന്ന ഒരു അനുഗ്രഹമാണ് അൽ വഖ്ത്, സമയം എന്ന് പറയുന്നത്. നമ്മുടെ ആരോഗ്യവും സമ്പത്തും അതുപോലെ തന്നെ സുഖ സൗകര്യങ്ങളും അധികാരവും ജോലിയും ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാലും പരിശ്രമത്തിലൂടെ നമുക്ക് വീണ്ടും നേടിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഒരു പരീക്ഷയിലോ ഒരു കളിയിലോ പരാജയപ്പെട്ടാൽ മറ്റൊരിക്കൽ നമുക്ക് വിജയം നേടാൻ സാധ്യമാകും. എന്നാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ എത്ര വയസ്സാണോ നമുക്ക് ഇപ്പൊ നിലനിൽക്കുന്നത്, നമ്മൾ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ? എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു വർഷമാകട്ടെ, ഒരു മാസമാകട്ടെ, ഒരു ആഴ്ചയാകട്ടെ, ഒരു ദിവസമാകട്ടെ, ഒരു മണിക്കൂറാകട്ടെ, ഒരു മിനിറ്റ് ആകട്ടെ, സെക്കൻഡ് ആകട്ടെ, ഒരു നിമിഷമാകട്ടെ, എത്ര കോടികൾ നമ്മൾ കൊടുത്താലും അതൊന്നും തിരിച്ചു പിടിക്കാൻ സാധ്യമല്ല. എന്ത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും? പക്ഷെ ഇന്ന് ദുനിയാവിൽ ഒറ്റ ഒരു അനുഗ്രഹം മാത്രമേ ഉള്ളൂ, ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നഷ്ടപ്പെട്ടാൽ തിരിച്ചെടുക്കാൻ സാധിക്കാത്ത ഒന്നുണ്ടെങ്കിൽ അത് അള്ളാഹു നമുക്ക് നൽകിയ അൽ വഖ്ത്, സമയം എന്ന് പറയുന്ന അനുഗ്രഹമാണ്. ഇന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് നമ്മൾ വന്നപ്പോ ഏകദേശം 12 മണിയായേക്കാം, 12:15, അതല്ലെങ്കിൽ 11:30, 11:45 ആയിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ പള്ളിയിൽ ജുമുഅ ഖുതുബ കേൾക്കുന്നു. ഇതുവരെയുള്ള ഒരു അരമണിക്കൂർ, 15 മിനിറ്റ്, അതല്ലെങ്കിൽ ഈ ബാങ്ക് വിളിച്ച സമയം മുതൽ ഇതുവരെ ആർക്കെങ്കിലും ഭൂമി ലോകത്ത് ആർക്കെങ്കിലും തിരിച്ചു കൊടുക്കാൻ സാധ്യമാണോ? ബാക്കിലോട്ടത് പോകൂല. അതാണ് ആ അനുഗ്രഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ലാ തഖൂമുസ് സാഅ ഹത്താ യതഖാറബ അസ്സമാൻ. കാലങ്ങൾ അടുത്ത് വരുന്നത് വരെ ഒരിക്കലും അന്ത്യദിനം സംഭവിക്കുകയില്ല.
എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, ഫതകൂനു സനതു കശ്ശഹർ, ഒരു വർഷം നിങ്ങൾക്ക് ഒരു മാസത്തെ പോലെ തോന്നും. വയകൂനു അശ്ശഹറ കൽ ഉസ്ബൂഅ, ഒരു മാസം നിങ്ങൾക്ക് ആഴ്ചയെ പോലെ അനുഭവപ്പെടും. ഇത് റസൂൽ പറയാ നമ്മളോട്. വയകൂനുൽ ഉസ്ബൂഅ കൽ യൗം, ഒരാഴ്ച നിങ്ങൾക്ക് ഒരു ദിവസത്തെ പോലെ തോന്നിയേക്കാം. ഫയകൂനുൽ യൗം കസ്സാഅ, ഒരു ദിവസം ഒരു മണിക്കൂറിനെ പോലെ തോന്നിയേക്കാം. ഇതിന് തുടക്കത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, ലാ തഖൂമുസ്സാഅ ഹത്താ യതഖറബ സമാൻ, ഇത് ഖിയാമത്തിന്റെ ഒരു അലാമത്തായിട്ട് നമ്മളെ പഠിപ്പിച്ചതാണ്. സമയം നമുക്ക് അതിവേഗം കടന്നു പോകുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്, എത്ര പെട്ടെന്ന ഒരു റമദാൻ വന്നത്, എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നത്, എത്ര പെട്ടെന്നാണ് എന്റെ ആയുസ് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടോ? അത് ഖിയാമത്തിന്റെ അലാമത്താണ്. നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഇനി അധിക കാലമൊന്നുമില്ല. ഒരു കവി പറയുന്നുണ്ട്, ദഖാത്തുൽ ഖൽബി ഖായിലത്തുർ ലഹു ഇന്നൽ ഹയാത ദഖായികും വസവാനി, മനുഷ്യന്റെ ഹൃദയമിടിപ്പ്, നമ്മുടെ ഹൃദയമിടിപ്പ് മനുഷ്യനോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ? ഇന്നൽ ഹയാത ദഖായികും വസവാനി, മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് അത് മിനിറ്റുകളും സെക്കൻഡുകളും മാത്രമാണ്. അത്രേ ജീവിതമുള്ളൂ. ഒരു ചുരുങ്ങിയ കാലഘട്ടമാണ് ദുനിയാവിൽ അള്ളാഹു നമുക്ക് ജീവിക്കാൻ നൽകിയിട്ടുള്ളത്. അതിലെത്ര സമയമാണോ അള്ളാഹു നമുക്ക് നൽകുന്നത്, അത് റബ്ബിന്റെ മാർഗത്തിൽ നമ്മൾ വിനിയോഗിക്കുക. ചുരുങ്ങിയ കാലഘട്ടം. വിശുദ്ധ ഖുർആൻ ആ ഒരു കാര്യം നമ്മളോട് സഹോദരങ്ങളെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ഇഅ്ലമൂ, ജനങ്ങളെ നിങ്ങൾ അറിയേണ്ടതുണ്ട്, അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബും വലഹുവും വസീന വതഫാഖുറും ബൈനകും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്. ഐഹിക ജീവിതം എന്ന് പറയുന്നത് ലഅബുൻ വലഹുവും വസീന, അത് കളിയാണ്, വിനോദമാണ്, അലങ്കാരമാണ്. വതഫാഖുറും ബൈനകും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്, അത് നിങ്ങൾ പരസ്പരം പെരുമ നടിക്കലും മാത്രമാണ്. ഇനി ദുനിയാവിന്റെ ഒരു ഉപമ അല്ലാഹു വിശദീകരിക്കുന്നു. കമസലി ഗൈസിൻ അഅജബൽ കുഫാറ നബാതുഹു ثم يهيج فتراه مصفرا ثم يكون حطاما, ഒരു മഴ പെയ്ത് ആ മഴ മുഖേന സസ്യങ്ങൾ ഉണ്ടായി. ആ സസ്യങ്ങളുടെ വളർച്ച കണ്ട് കൃഷിക്കാർ അത്ഭുതപ്പെട്ടു പോകുന്നു. അവസാനം ആർക്കും വേണ്ടാത്ത വൈക്കോൽ തുരുമ്പായി ഈ ഭൂമിയിൽ നിന്ന് അവശേഷിച്ചു പോകുന്നത് പോലെ മനുഷ്യൻ ജനിച്ചു വീണ് ബാല്യം കഴിഞ്ഞ്, ചെറുപ്പം കഴിഞ്ഞ്, കൗമാരം കഴിഞ്ഞ്, യുവത്വം കഴിഞ്ഞ്, വാർദ്ധക്യം കഴിഞ്ഞ് മണ്ണിലേക്ക് ലയിച്ചു ചേരുന്ന ഒരു തുച്ഛമായ കാലഘട്ടം മാത്രമേ മനുഷ്യന്റെ ജീവിതമുള്ളൂ. അത് പറയാൻ കാരണം അല്ലാഹു നമുക്ക് നൽകിയ വഖ്ത് എന്ന് പറയുന്ന സമയം എന്ന് പറയുന്ന നിഅമത്ത്, അത് റബ്ബിന്റെ മാർഗത്തിൽ നമ്മൾ വിനിയോഗിക്കണം. മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, മാ മിൻ യൗമിൻ യൻഷുഖു ഫജ്റുഹു ഇല്ലാ വയുനാദി, ഓരോ ദിവസത്തെ പ്രഭാതം അങ്ങ് പൊട്ടിവിടരുമ്പോ, ഇന്നത്തെ പ്രഭാതം, ഇന്നലത്തെ പ്രഭാതം, നാളെ പൊട്ടിവിടരാനുള്ള പ്രഭാതമൊക്കെ പറയുന്നുണ്ട്. യബ്ന ആദം, ആദം സന്തതിയെ, അന യൗമുൻ ജദീദ്, ഞാനിന്ന് പുതിയ ഒരു ദിവസമാണടോ. വഅലാ അമലുക ഷഹീദ്, ഇന്ന് നീ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഞാൻ സാക്ഷിയാണ്. ഇന്ന് നീ ഫജ്ർ നമസ്കരിച്ചാൽ അതിന് ഞാൻ സാക്ഷിയാണ്. ഇന്ന് നീ അള്ളാഹു നൽകിയ സമയം അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിച്ചാൽ അതിന് ഞാൻ സാക്ഷിയാണ്. ഇനി അതല്ല, അതിന് വിപരീതമായി റബ്ബിനെ എതിർത്തുകൊണ്ട് എല്ലാവിധ തിന്മകളിലുമാണ് നീ വിനിയോഗിക്കുന്നതെങ്കിൽ
വഅലാ അമലുക ഷഹീദ്, അതിനും ഞാൻ സാക്ഷിയാണെന്ന് ആ പ്രഭാതം മനുഷ്യനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം ഒരു വാണിംഗ് കൊടുക്കുകയാണ്. ഫതസവ്വദ് മിന്നി, സമയമാകുന്ന അനുഗ്രഹത്തെ റബ്ബിന്റെ മാർഗത്തിൽ നീ വിനിയോഗിക്കണം. ഫഇന്നി ഇദാ മളൈതു, സമയമാകുന്ന ഞാനെങ്ങാനും കഴിഞ്ഞു പോയാൽ ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ ഞാൻ തിരിച്ചു വരില്ല. എത്ര ഗൗരവത്തോടു കൂടിയിട്ടാ പറയുന്നത് നോക്കൂ നിങ്ങൾ. ഓരോ പ്രഭാതം മനുഷ്യനോട് പറയാ, ഇന്ന് ഞാൻ പുതിയ ദിവസമാണ്. നിന്റെ ജീവിതത്തിൽ നീ ഖൈറ് ചെയ്താലും ശർറ് ചെയ്താലും അതിനൊക്കെ ഞാൻ സാക്ഷിയാണ്. അതുകൊണ്ട് ഫതസവ്വദ് മിന്നി, സമയമാകുന്ന അനുഗ്രഹത്തെ നീ റബ്ബിന്റെ മാർഗത്തിൽ വിനിയോഗിക്കുക. ഫഇന്നി ഇദാ മളൈതു ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ, നേരത്തെ പറഞ്ഞ പോലെ ഒരു വർഷവും മാസവും ആഴ്ചയും ദിവസവും മണിക്കൂറും സെക്കൻഡുകളും മിനിറ്റുകളും ഒക്കെ കഴിഞ്ഞു പോയാൽ അന്ത്യനാള് വരെ ഞാൻ ഒരിക്കലും തിരിച്ചു വരികയില്ല. അത് ഓരോ പ്രഭാതവും നമ്മളോട് പറയുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചിന്തയുണ്ടോ? അതിനെക്കുറിച്ച് വല്ല ഗൗരവവുമുണ്ടോ? ഇന്ന് ഭൗതിക കാര്യങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും നമ്മൾ ചെലവഴിക്കും. രണ്ടാളുകളെ കിട്ടിയാൽ അങ്ങാടിയിൽ സംസാരിച്ചിരുന്ന് എത്ര മണിക്കൂർ വേണമെങ്കിലും സൊറ പറഞ്ഞിരിക്കാൻ നമുക്ക് സമയമുണ്ട്. കൂട്ടുകാരനൊന്ന് ഫോൺ വിളിക്കാൻ സമയമുണ്ട്, മണിക്കൂറുകളോളം സംസാരിക്കാം. ടിവിക്ക് മുന്നിൽ, മൊബൈലിന് മുന്നിൽ ഒരു ഫുട്ബോൾ മാച്ച് 90 മിനിറ്റ് കാണാൻ ഒരു ബോറടിയുമില്ല. ആ കളി തന്നെ ഡയറക്റ്റ് കണ്ടാലും ബോറടിക്കുന്നില്ല. ഒന്ന് നമസ്കരിക്കാൻ ആളുകൾക്ക് മടിയാ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ, അദ്കാറുസ് സബാഹ് വൽ മസാ, രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകൾ ചൊല്ലാൻ, അല്ലാഹുവിനെ സ്മരിക്കാൻ, അല്ലാഹുവിനെ ഓർക്കാൻ, വിശുദ്ധ ഖുർആനിന്റെ ഒരു പേജ് ഒന്ന് മറിച്ചു നോക്കാൻ, അതിന്റെ തഫ്സീർ ഒന്ന് വായിക്കാൻ, അതിനൊന്നും സമയമില്ല. എന്തിനേറെ പറയുന്ന സഹോദരങ്ങളെ, ഓരോ ജമാഅത്തിനും ബാങ്ക് വിളിച്ച് നമ്മൾ പള്ളിയിലേക്ക് വന്നാൽ നമസ്കാരത്തിന് ഒരു 20 മിനിറ്റ് അതല്ലെങ്കിൽ 10 മിനിറ്റ്, അതിനുശേഷമുള്ള പ്രാർത്ഥനകളടക്കം ഒരു 20 മിനിറ്റ്, അരമണിക്കൂറിനുള്ളിൽ നമുക്ക് പള്ളിയിൽ നിന്ന് തിരിച്ചു പോരാം. ചുരുക്കി പറഞ്ഞ 15 മിനിറ്റ് മാത്രം മതി. അതൊക്കെ വലിയ ഭാരമായി കാണുന്നു. എന്നാൽ മറ്റ് ഭൗതിക കാര്യങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്, രണ്ട് അനുഗ്രഹത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരങ്ങ് വഞ്ചിതരാണ്. ആ 2 അനുഗ്രഹങ്ങൾ റസൂൽ പറയുന്നു, അസ്സിഹ്ഹതു വൽ ഫറാഗ്, അതൊന്ന് നിങ്ങളുടെ ആരോഗ്യമാണ്, 2 നിങ്ങളുടെ ഒഴിവ് സമയമാണ്. ഈ 2 അനുഗ്രഹത്തിന്റെ കാര്യത്തിൽ ഭൂരിഭാഗം മനുഷ്യരും വഞ്ചിതരാണ്. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? രാവിലെ നമ്മൾ മെക്സവനാണെങ്കിലും ഇനി ജിമ്മാണെങ്കിലും ഏത് എക്സസൈസ് ചെയ്യാണെങ്കിലും രാവിലെ നമ്മൾ വാക്കിങ്ങിന് പോവാണെങ്കിലും ഒക്കെ അത് കറക്റ്റ് സമയത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഏത് രൂപത്തിലും ഹാർഡ് വർക്ക് ചെയ്യും, പ്രയത്നിക്കും. അതെന്ത് കാരണം എന്നറിയോ? എനിക്ക് ഷുഗർ വരാൻ പാടില്ല, എനിക്ക് പ്രഷർ വരാൻ പാടില്ല, അതുപോലെ തന്നെ ഹാർട്ട് ബ്ലോക്ക് വരാൻ പാടില്ല, എനിക്ക് സ്ട്രോക്ക് വരാൻ പാടില്ല. എല്ലാവിധ അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, മുക്തമാകാൻ, ശരീരത്തെ സംരക്ഷിക്കാൻ നമ്മൾ എന്തു ചെയ്യുന്നുണ്ട്? അതിന് 6 മണിക്ക് എണീറ്റ് പോയാലും കുഴപ്പമില്ല. എന്നാൽ നിങ്ങൾ കൃത്യമായി നമസ്കരിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ആ ശരീരം കല്ലും അതുപോലെ തന്നെ മനുഷ്യരും ഇന്ധനമായി തീരുന്ന നരകമങ്ങ് കത്തിച്ചെടുക്കും. ഒന്നും ബാക്കിയാക്കുകയില്ല, വിട്ടേക്കുകയില്ല. മനുഷ്യന്റെ തൊലിയെ കരിച്ചു കളയുമാറ് കാഠിന്യമുള്ള തീയ. അതിൽ പ്രവേശിക്കുന്ന ആളുകൾ പറയുന്നു, ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല.
പക്ഷെ ഇവിടെയോ നമ്മൾ ആരോഗ്യം നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ട് നമ്മള് എല്ലാവിധ എക്സസൈസ് ചെയ്യാനും ടൈം കണ്ടെത്തുന്നുണ്ട്. അതിന് എത്ര സുബഹിക്ക് നേരത്തെ എണീറ്റ് പോകേണ്ടി വന്നാലും പോകുന്നുണ്ട്. പക്ഷേ ആ നരകത്തെ ഭയന്നുകൊണ്ട് നമ്മുടെ ശരീരത്തെ നമ്മൾ സംരക്ഷിച്ചിട്ടുണ്ടാവും. അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ വിനിയോഗിക്കേണ്ട അനുഗ്രഹമാണ് അസ്സിഹ. രണ്ടാമതായി പറഞ്ഞു അൽ ഫറാഗ്, ഒഴിവു സമയം. എത്രയോ സമയമുണ്ട്. 24 മണിക്കൂർ ഒരു ദിവസം നമുക്ക് അള്ളാഹു നൽകിയിട്ട് നമ്മൾ എന്തിനൊക്കെ വിനിയോഗിക്കുന്നു എന്ന് നമ്മളൊന്ന് സ്വന്തം സഹോദരങ്ങളെ വിലയിരുത്തുക. ഭൗതിക ആവശ്യങ്ങൾക്കാണോ അള്ളാഹുവിനെ കൂടുതൽ ഓർക്കാനാണോ നമ്മൾ അത് ചെലവഴിക്കുന്നത് എന്ന് ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കണം. ഇത് പറയാൻ കാരണം എന്താണെന്നറിയോ? ഇന്ന് നമുക്ക് ഒഴിവ് സമയം കിട്ടി, നല്ല ആരോഗ്യം കിട്ടി, നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ അവന് ഗുണമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇദാ മരിദൽ അബ്ദു, അള്ളാഹുവിന്റെ ഒരു അടിമ രോഗിയായി, എന്ത് രോഗമാകട്ടെ, രോഗം വന്നു, ഔ സാഫറ, അല്ലെങ്കിൽ യാത്ര ചെയ്യാണ്, കുതിബ ലഹു മിസ്ലു മാ കാന യഅമലു മുഖീമൻ സഹീഅ. ഒരുപക്ഷെ രോഗിയാകുമ്പോ ഇന്നലെ നമ്മൾ നിർവഹിച്ച ഇബാദത്ത് ഇന്ന് നിർവഹിക്കാൻ സാധിക്കൂല. യാത്രക്കാരനാകുമ്പോ ഇന്നലത്തെ ഇബാദത്ത് ഇന്ന് ചെയ്യാൻ കഴിയൂല. പക്ഷേ കൃത്യമായി അള്ളാഹു നൽകിയ സമയം ഉപയോഗപ്പെടുത്തിയ ആളുകൾക്ക് അത് ചെയ്തിട്ടില്ലെങ്കിലും ആ പ്രതിഫലം കിട്ടും. സുബ്ഹാനല്ലാഹ്. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കൃത്യമായി പ്രതിഫലം ആഗ്രഹിച്ച് നമസ്കരിക്കുന്ന ഇബാദത്ത് ചെയ്യുന്ന ഒരാൾക്ക് രോഗിയായി, അവനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നും രാവിലെ ദിക്ർ ചൊല്ലുന്ന ഒരാൾ, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് സുബ്ഹാനല്ലാഹിൽ അദീം സുബ്ഹാനല്ലാഹി വബിഹംദിഹി ദിക്റുകൾ ചൊല്ലുന്ന ഒരാൾക്ക് ഇന്ന് സാധിച്ചില്ല. അദ്ദേഹം മനസ്സിൽ വിചാരിക്കും, റബ്ബേ എനിക്ക് ഇന്ന് രോഗിയായതുകൊണ്ട് ഇത് ചെയ്യാൻ സാധിച്ചില്ലല്ലോ, അല്ലാഹു പ്രതിഫലം കൊടുക്കും. യാത്രക്കാരനായി ഒരുപക്ഷെ നമുക്ക് തലേ ദിവസം ചെയ്ത പോലെ ചെയ്യാൻ കഴിയൂല. ആ മനുഷ്യൻ വിചാരിക്കുക, യാത്രയിലായപ്പോൾ റബ്ബേ എനിക്കതൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, കാന യഅമലു മുഖീമൻ സഹീഅ, മുന്ന അവൻ ചെയ്യുന്ന അതേ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിക്കൊണ്ടിരിക്കും. അതിനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രണ്ട് അനുഗ്രഹങ്ങൾ റബ്ബിന്റെ മാർഗത്തിൽ വിനിയോഗിക്കാൻ വേണ്ടി പറഞ്ഞത്. ആ ആയുസ്, ആ സമയത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, ലാ യസൂലു ഖദമു അബ്ദിൻ യൗമൽ ഖിയാമ ഹത്താ യസ്അല അൻ അർബഅ ഖിസാൽ. 4 കാര്യങ്ങൾ ചോദിക്കാതെ ഒരു മനുഷ്യന് തന്റെ കാൽപാദം മുന്നോട്ടെടുത്ത് വെക്കാൻ സാധ്യമാകുകയില്ല എന്ന് എണ്ണി പറഞ്ഞതിൽ ഒന്ന് അൻ ഉംരിഹി, അന്റെ ആയുസ്സിനെ കുറിച്ചാണ്. അല്ലാഹു നൽകിയ ആയുസ്സിനെ കുറിച്ച്. ഫീമ അബ്ലാഹു ഔ ഫീമ അഫ്നാഹു, എന്തിനാണത് ചെലവഴിച്ചത്? ജീവിതത്തിൽ ഹസനാത്തുകൾ ചെയ്യാനാണോ, സയ്യിആത്തുകൾ ചെയ്യാനാണോ, നന്മ ചെയ്യാനാണോ, തിന്മ ചെയ്യാനാണോ നീ വിനിയോഗിച്ചത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യനോട് ചോദിക്കും. അപ്പൊ എന്റെ ആയുസ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നന്മക്ക് ഞാൻ ഉപയോഗിച്ചു എന്ന് പറയാൻ നമുക്ക് സാധ്യമാകണമെങ്കിൽ അതങ്ങനെ ജീവിക്കണം. ഇല്ലെങ്കിൽ വിപരീതമായ ഉത്തരമായിരിക്കും റബ്ബിന്റെ മുന്നിൽ നമ്മൾ പറയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നുകൂടെ ഗൗരവത്തോടു കൂടി നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസ് എന്തെന്നറിയോ? ഇഖ്തനിം ഖംസൻ ഖബ്ല ഖംസ്. 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുന്നേ നിങ്ങൾ 5 കാര്യം ചെയ്യണം. 5 കാര്യങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരും മുമ്പ് നിങ്ങൾ 5 കാര്യങ്ങളിൽ സജീവമാകണം, ആക്റ്റീവ് ആകണം. അതെന്താണെന്നറിയോ? ഒന്ന്, ഹയാതിക ഖബ്ല മൗതിക്. ജനിച്ച ഒരാൾക്ക് മരണമുണ്ടെന്ന് ഉറപ്പാണ്. ആ മൗത്ത്, ആ മരണം നിന്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുന്നേ അല്ലാഹു സുന്ദരമായ ജീവിതം നൽകിയിട്ടുണ്ട്. അത് 10, 20, 30, 40, 50, അതല്ലെങ്കിൽ 100 വയസ്സ് വരെയാണെങ്കിലും സുന്ദരമായ ഒരു ജീവിതം അല്ലാഹു നിനക്ക് നൽകുന്നുണ്ട്. ഖബ്ല മൗതിക്, നിന്റെ മരണത്തിന് മുന്നേ അല്ലാഹു നിനക്ക് നൽകിയ ജീവിതത്തെ നീ റബ്ബിന്റെ മാർഗത്തിൽ നീ വിനിയോഗിക്കുക. 2, ശബാബിക ഖബ്ല ഹർമിക്. യുവാവായ ഒരാള് അല്ലാഹു ഉദ്ദേശിച്ചാൽ ആയുസ് നൽകിയാൽ അവൻ വാർദ്ധക്യ വേളയിലെത്തും, ഹറമിലേക്കെത്തും. ശബാബിൽ നിന്ന് ഹറമിലേക്കെത്തും.
എന്നാൽ ആ വാർദ്ധക്യം വന്നു കഴിഞ്ഞാൽ യുവത്വ കാലഘട്ടത്തിൽ ചെയ്ത പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയൂല. ഇന്നൊരു വാർദ്ധക്യ വേളയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനേക്കാൾ കൂടുതൽ ആരോഗ്യവും പവറും ഉണ്ടാവും ഒരു യുവാവിന്. അവരെക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ആ വാർദ്ധക്യം, ഒന്നിനും സാധിക്കാത്ത വാർദ്ധക്യം നിന്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുന്നുള്ള യുവത്വ കാലഘട്ടം നീ റബ്ബിന്റെ മാർഗത്തിൽ വിനിയോഗിക്കണം. 3, ആരോഗ്യമുള്ള ആളുകൾക്ക് ചിലപ്പോ രോഗമുണ്ടാകാം, അസുഖമുണ്ടാകാം. ആ അസുഖം നിന്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുന്നേയുള്ള നിന്റെ ആരോഗ്യം റബ്ബിന്റെ മാർഗത്തിൽ നീ വിനിയോഗിക്കുക. 4-മതായി റസൂൽ പറഞ്ഞു, ദാരിദ്ര്യം വരുന്നതിന് മുന്നുള്ള ഐശ്വര്യം. ചില ആളുകൾക്ക് അള്ളാഹു ഉദ്ദേശിച്ച പോലെയാ. നാളെ ഒരാൾ എന്ത് സമ്പാദിക്കുമെന്ന് അറിയില്ല. ഇന്നത്തെ പണക്കാരൻ നാളെ ദരിദ്രനായേക്കാം, ഇന്നത്തെ ദരിദ്രൻ നാളെ പണക്കാരനായേക്കാം. പക്ഷെ നിന്റെ ജീവിതത്തിലേക്ക് ഫഖർ, ദാരിദ്ര്യം കടന്നു വരുന്നതിന് മുന്നേ അള്ളാഹു നിനക്ക് നൽകിയ ഐശ്വര്യമുണ്ടല്ലോ, സമ്പത്തുണ്ടല്ലോ, അഗ്നയുണ്ടല്ലോ, അത് റബ്ബിന്റെ മാർഗത്തിൽ നീ വിനിയോഗിക്കണം. അവസാനമായി പ്രവാചകൻ പറഞ്ഞു, ഫറാഗിക ഖബ്ല ശുഗ്ലിക. തിരക്കുകളാണ് മനുഷ്യന്, ഓരോ കാര്യങ്ങളിൽ നിന്ന് ബിസിയാണ്. ആ ബിസിക്ക് മുന്നേയുള്ള, ശുഗ്ലിന് മുന്നേയുള്ള ഒരു ഒഴിവ് സമയം അള്ളാഹു നിനക്ക് നൽകിയിട്ടുണ്ട്. ആ ഒഴിവ് സമയം റബ്ബിന്റെ മാർഗത്തിൽ നീ വിനിയോഗിക്കണം. ഈ 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുന്നതിന് മുന്നേ, മരണം, വാർദ്ധക്യം, അസുഖം, ദാരിദ്ര്യം, അതുപോലെ തന്നെ തിരക്ക്, ഈ 5 കാര്യങ്ങൾ വരുന്നതിന് മുന്നേ 5 കാര്യങ്ങൾ നീ ഉപയോഗപ്പെടുത്തണം. 1 ജീവിതമാണ്, അതുപോലെ തന്നെ 2 യുവത്വ കാലഘട്ടമാണ്, അതുപോലെ തന്നെ ആരോഗ്യമാണ്, അള്ളാഹു നിനക്ക് നൽകിയ ഐശ്വര്യം, സമ്പത്ത്, അതുപോലെ തന്നെ നിന്റെ ഒഴിവ് സമയം. അത് നീ കൃത്യമായി വിനിയോഗിച്ചാൽ നിനക്ക് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ സാധ്യമാകും. ഇല്ല എങ്കിൽ എന്ന ചോദ്യത്തിന് കൃത്യമായി നീ മറുപടി പറയേണ്ടി വരും റബ്ബിന്റെ മുന്നിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നൽകിയ അനുഗ്രഹം റബ്ബിന്റെ മാർഗത്തിൽ വിനിയോഗിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ ഒരിക്കലും തിരിച്ചു പിടിക്കാൻ സാധ്യമാകാത്ത സമയമെന്ന് പറയുന്ന അനുഗ്രഹത്തെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതിന്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്, ആ സമയം എന്ന് പറയുന്ന അനുഗ്രഹം റബ്ബിന്റെ മാർഗത്തിൽ നമ്മൾ വിനിയോഗിച്ചിട്ടില്ല എങ്കിൽ മരണസമയത്തും അതുപോലെ തന്നെ നാളെ പരലോകത്ത് വെച്ചും വിലപിക്കുന്ന മനുഷ്യരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ വരച്ചു കാണിക്കുന്നുണ്ട്. ആ സമയം റബ്ബിന്റെ മാർഗത്തിൽ വിനിയോഗിച്ച ഒരു വ്യക്തിയാണ് നമ്മളെങ്കിൽ ഇന്ന് മരിക്കുന്നതോടുകൂടി അവൻ രക്ഷപ്പെടുകയാണ്. അതല്ല, അവൻ റബ്ബിന്റെ മാർഗത്തിൽ അനുഗ്രഹം വിനിയോഗിച്ചില്ല, അവൻ ആദ്യം വിലപിക്കുന്ന ഘട്ടമാണ് മരണവേള എന്ന് പറയുന്നത്. നമ്മളൊന്നും അറിയില്ല. എത്രയോ ആളുകൾ മരണപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. എത്രയോ ആളുകളെ നമ്മൾ സന്ദർശിച്ചിട്ടുണ്ട്. എത്രയോ ആളുകളുടെ മരണരംഗം നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. ആ മരണപ്പെടുന്ന വ്യക്തി അള്ളാഹു നൽകിയ സമയം എന്ന് പറയുന്ന അനുഗ്രഹത്തെ റബ്ബിന്റെ മാർഗത്തിൽ വിനിയോഗിച്ചിട്ടില്ല എങ്കിൽ അവര് വിലപിക്കുന്ന വിലാപം നമ്മളൊന്നും കാണൂല. പക്ഷേ അവൻ വിലപിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഹത്താ ഇദാ ജാഅ അഹദുഹുൽ മൗത്ത്, ഒരാൾക്ക് അല്ലാഹു അവന്റെ മരണത്തിന്റെ അവധി നിശ്ചയിച്ചാൽ, ഒരാളിലേക്ക് മരണമെന്ന് കടന്നു വരുമ്പോൾ ആ മനുഷ്യൻ റബ്ബിനോട് പറയുന്നുണ്ട്, ഖാല റബ്ബിർജിഊൻ, റബ്ബേ ദുനിയാവിലേക്ക് എന്നെ മടക്കി തരുമോ, ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, ഞാൻ വീഴ്ച വരുത്തിയ കാര്യങ്ങളിലെല്ലാം കൃത്യമായി അമൽ ചെയ്തു കൊള്ളാം. ആ മനുഷ്യൻ വിലപിക്ക റബ്ബിനോട്. ഖാല റബ്ബിർജിഊൻ, മലക്കുൽ മൗത്ത് നമ്മിലേക്ക് വരുന്ന സമയത്തുണ്ടല്ലോ,
നമുക്കറിയാം നമ്മൾ തിന്മയാണ് ചെയ്തതെങ്കിൽ എന്തായിരിക്കും മരണത്തിന്റെ അവസ്ഥ എന്നുള്ളത്. അപ്പൊ റബ്ബിനോട് ആ മനുഷ്യൻ പറയുന്നത് എന്താണെന്നറിയോ? ഒന്ന് മടക്കി തരൂ, ദുനിയാവിലേക്ക് ഒന്ന് മടക്കി തരുമോ? ഒരുപാട് ഞാൻ വീഴ്ച വരുത്തിയിട്ടുണ്ട് റബ്ബേ. സുബഹിന്റെ സമയത്ത് പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്കുലി കേൾക്കുമ്പോ കൃത്യമായി പള്ളിയിലേക്ക് പോകാത്തവനായിരുന്നു. ഇനി ആ ജമാഅത്ത് നിർവഹിച്ചു കൊള്ളാം. നിന്റെ വിശുദ്ധ ഖുർആനിന്റെ കലാമിന്റെ ഒരു പേജ് ഒന്ന് പാരായണം ചെയ്യാത്തവനായിരുന്നു. ആ ഖുർആൻ ഞാൻ ഓതിക്കൊള്ളാം. നീ എനിക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് സദഖയും സകാത്തും കൊടുക്കാത്തവനായിരുന്നു. ഇനി ഞാനത് കൊടുത്തുകൊള്ളാം. എല്ലാ കാര്യങ്ങളിലും ഞാൻ വീഴ്ച വരുത്തിയിരുന്നു, അതെല്ലാം കൃത്യമായി ചെയ്തു കൊള്ളാം. വിലപിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. വേണ്ട, അത് മനുഷ്യർ വെറുതെ പറയുന്ന വർത്തമാനമാണ്. നന്നാവുന്ന് പറയും, പിന്നെ 1-2 ദിവസമൊക്കെ നന്നാവും, പിന്നെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകും. അത് നമ്മെ സൃഷ്ടിച്ച റബ്ബിന് കൃത്യമായിട്ട് അറിയാം. അപ്പൊ റബ്ബ് പറയാണ്, ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അത് വെറും വർത്തമാനമാണെന്ന് എനിക്കറിയാം. ആദ്യ വിലാപാണ് കേട്ടോ മരണത്തിന്റെ വേളയിൽ. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറയുന്നുണ്ട്, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ഒരാളുടെ അവധി എത്തിയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പിന്തിപ്പിച്ചു കൊടുക്കുകയില്ല. മരണം അപ്പം സംഭവിക്കും. ഇനി സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ നിന്ന് അങ്ങ് കഴിഞ്ഞു പോയി നാളെ പരലോകത്ത് വെച്ച മനുഷ്യന് വിലപിക്കുന്ന ഒരു രംഗം വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. വഹും യസ്തരിഊന ഫീഹാ. ഈ ആളുകൾ നരകത്തിൽ കിടന്ന് വെന്തെരിയുമ്പോൾ, ربنا أخرجنا نعمل صالحا غير الذي كنا نعمل. അല്ലാഹുവേ, നരകത്തിൽ നിന്ന് ഞങ്ങളൊന്ന് പുറത്തു കൊണ്ടുവരുമോ? നഅമൽ സാലിഹൻ, ഞങ്ങൾ ഒരുപാട് സൽക്രമങ്ങൾ ചെയ്തു കൊള്ളാം റബ്ബേ. ഗൈറല്ലദീ കുന്നാ നഅമൽ, ഇതുവരെ ഞങ്ങൾ ചെയ്യാത്ത രൂപത്തിൽ ഞങ്ങൾ അമൽ ചെയ്തു കൊള്ളാം. ഈ നരകത്തിൽ നിന്നൊന്ന് ഞങ്ങളെ പുറത്താക്കണേ റബ്ബേ. അവിടെ വെച്ച് രണ്ടാമതായി ഈ മനുഷ്യൻ വിലപിക്കാണ്. രണ്ടാമത്തെ വിലാപം ഘട്ടം നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു നൽകിയ ആയുസ് റബ്ബിന്റെ മാർഗത്തിൽ വിനിയോഗിക്കാതെ നരകത്തിൽ കിടന്ന് വെന്തെരിയുമ്പോ എന്ന് ഖുർആൻ പറഞ്ഞത്. അതിൽ കിടന്ന് ഇങ്ങനെ വെന്തെരിയുന്ന സമയത്ത് പറയാ, റബ്ബന അഖ്രിജ്നാ, ഞങ്ങളൊന്ന് പുറത്തു കൊണ്ടു തരുമോ? നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞങ്ങൾ ഇതുവരെ ചെയ്യാത്ത രൂപത്തിൽ ഞങ്ങൾ പണിയെടുത്തോളാം, അമൽ ചെയ്തു കൊള്ളാം. അപ്പൊ റബ്ബ് സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുന്നുണ്ട്, ഈ പറഞ്ഞ വിഷയം, സമയം, ആ സമയം അല്ലാഹു ഹൈലൈറ്റ് ചെയ്ത് ചോദിക്കാണ്, അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീ മൻ തദക്കറ വജാഅകുമുൻ നദീർ. നോക്കൂ, ഈ സമയത്തെ കുറിച്ച് റബ്ബ് അവിടുന്ന് ചോദിക്കുന്ന ചോദ്യം നോക്കൂ നിങ്ങൾ. അവലം നുഅമ്മിറുകും, നിങ്ങൾക്ക് ഞാൻ ആയുസ് നൽകിയില്ലേ? ആയുസ് എന്ന് പറഞ്ഞതാ സമയം. ഒരുപാട് സമയം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. മാത്രമല്ല വജാഅകുമുൻ നദീർ, നിങ്ങളെ തൗഹീദ് പഠിപ്പിക്കാൻ, ഇസ്ലാമിക ആദർശങ്ങൾ പഠിപ്പിക്കാൻ, ശരിയും തെറ്റും മനസ്സിലാക്കി തരാൻ ദൂതന്മാർ കടന്നു വന്നില്ലേ? പ്രവാചകന്മാർ കടന്നു തന്നില്ലേ? വിശുദ്ധ ഖുർആൻ നിങ്ങളിലേക്ക് ആ പ്രവാചകന്മാർ എത്തിച്ചില്ലേ? 2 ചോദ്യങ്ങൾ. ഒന്ന്, അവലം നുഅമ്മിറുകും, ആയുസ് നൽകിയില്ലേ? വജാഅകുമുൻ നദീർ, ഇതൊക്കെ പറഞ്ഞു തരാൻ പ്രവാചകന്മാർ വന്നില്ലേ? അവിടെ വെച്ച് റബ്ബ് അവരോട് പറയാ, ദുനിയാവിൽ നിന്ന് മരണത്തിന്റെ അവധി നീട്ടിക്കൊടുക്കൂല എന്ന് പറഞ്ഞതുപോലെ തന്നെ പറയാണ്, ഫദൂഖു, നിങ്ങൾ ആസ്വദിക്കുക. അക്രമികാരികൾക്ക് ഒരു സഹായി പോലും ഇവിടെയില്ല. ഒറ്റ കാരണമേ ഉള്ളൂ, സമയമെന്ന് പറയുന്ന അനുഗ്രഹം റബ്ബിന്റെ മാർഗത്തിൽ വിനിയോഗിച്ചില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, മനുഷ്യർക്ക് അവരുടെ വിചാരണ വന്നെത്തിയിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞതെന്നറിയോ? 1500 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ സമയത്ത് പറഞ്ഞതാ. അന്ന് റസൂലിനോട് ഓതിക്കൊടുക്കുക, ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, മനുഷ്യർക്ക് അവരുടെ വിചാരണ വന്നെത്തിയിട്ടുണ്ട്. വിചാരണ എന്ന് പറഞ്ഞാ എന്താ? മരണം. അതല്ലെങ്കിൽ ഖിയാമത്ത്.
സംഭവിക്കാനായിട്ടുണ്ട്. പക്ഷേ വഹും ഫീ ഗഫ്ലത്തിൻ മുഅരിദൂൻ, മനുഷ്യർ അശ്രദ്ധരായിക്കൊണ്ട് ദുനിയാവിൽ അങ്ങ് ജീവിക്കുകയാണ്. അള്ളാഹു തനിക്ക് എന്തിനാണ് ആയുസ് നൽകിയെന്ന് ചിന്തിക്കുന്നില്ല. ഇത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നന്മയിലാണോ തിന്മയിലാണോ ചെലവഴിക്കേണ്ടതെന്ന ധാരണയില്ല. നന്മയിൽ ചെലവഴിച്ചാൽ സ്വർഗമുണ്ടെന്ന വിശ്വാസമില്ല, തിന്മയിൽ ചെലവഴിച്ചാൽ നരകമുണ്ടെന്ന വിശ്വാസമില്ല. അവരൊക്കെ അശ്രദ്ധയിൽ കഴിഞ്ഞുകൂടുന്ന ആളുകളാണ്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. പ്രവാചകന്റെ ജീവിതത്തെ കുറിച്ച് പറയുന്നു, പ്രവാചകൻ ജീവിതത്തെ 3 ഭാഗങ്ങളാക്കിയിരുന്നു. ഒന്ന് ജുസ്ഉൽ ലില്ലാ, അള്ളാഹുവിന് വേണ്ടി ഒരു ഭാഗം, ഒരു ദിവസത്തിലെ ഒരു ഭാഗം റബ്ബിന് വേണ്ടി മാറ്റിവെച്ചു. വജുസ്ഉൽ ലിഅഹ്ലിഹി, റബ്ബിന് മാത്രമല്ല ഫുള്ളായിട്ട് ഇബാദത്തിൽ കഴിഞ്ഞുകൂടാനല്ല പറഞ്ഞത്. ജുസ്ഉൽ ലിഅഹ്ലിഹി, ഒരു ഭാഗം കുടുംബത്തിന്. ജുസ്ഉൽ ലിനഫ്സിഹി, ഒരു ഭാഗം തന്റെ നഫ്സിന് വേണ്ടിയിട്ട്. ഇതായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത അനുഗ്രഹത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ജുമുഅക്ക് ഒരുമിച്ച് കൂടിയത് മുതലുള്ള സമയം പോലും ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല, അത് ആര് വിചാരിച്ചാലും. അതുകൊണ്ട് അല്ലാഹു നമുക്ക് നൽകിയ സമയത്തെ അനുഗ്രഹമായി കണ്ട് റബ്ബിന്റെ മാർഗത്തിൽ എല്ലാവിധ ഇബാദത്തുകളിലൊക്കെ മുഴുകിക്കൊണ്ട് നമ്മൾ ചെലവഴിക്കുക. എങ്കിൽ അള്ളാഹുവിന്റെ സ്വർഗം ജന്നാത്തുൽ ഫിർദൗസുൽ അഅലയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധ്യമാകും. അല്ല എങ്കിൽ അതിന് കൃത്യമായി നമ്മൾ റബ്ബിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും. അവൻ നരകത്തിലേക്ക് ചെന്ന് അധംപതിക്കും എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നാം ചെയ്യുന്ന അമലുകൾ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഖബർ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. തൗഹീദിൽ അധിഷ്ഠിതമായ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട്, അല്ലാഹു അവർക്ക് പരിപൂർണ്ണ ശമനം നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുണ്ട്, അല്ലാഹു അവർക്ക് റഹ്മത്തും മഗ്ഫിറത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വ യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم ادخلنا الجنة.